LG 29 ഇഞ്ച് ഫ്ലാറ്റ് എൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ വോളിയം ചുമ്മാ കൂടിക്കൊണ്ടിരിക്കും, ചാനലും മാറിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ റിമോട്ട് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെയിൻ IC എടുത്ത് മാറ്റിയിട്ട് വേറെ IC ഇട്ടപ്പോഴത്തേക്ക് എന്താണ് അതിൽ ഈ സെയിം കംപ്ലയിൻറ്റ് പ്ലസ് വേറൊരു കംപ്ലയിൻറ്റും കൂടെ വന്ന് ഡിസ്പ്ലേ സ്റ്റക്കായങ്ങ് നിൽക്കും. സ്വിച്ച് പോലും വർക്കാവില്ല, റിമോട്ടും വർക്കാവില്ല. അവസാനം എന്താണ് ഇട്ട IC ഊരിയിട്ട് ഇതിൽ കിടന്ന IC എടുത്തിട്ടപ്പോഴത്തേക്കും പ്രിൻ്റ് ഏകദേശം അങ്ങ് കുളമായി. ആ പടം എന്താണ് പാതിയൊക്കെ പോയ മട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് ചോദിച്ചത്, ഇതൊന്ന് പ്രിൻ്റ് ഇട്ട് തരാമോ, ഒന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ, ഒന്ന് നോക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എന്തായാലും എന്താണ് ഇവിടെ 1 2 3 4 5 ഓക്കെ 5 വയർ ഇട്ടു. പക്ഷെ ഇനിയും വയർ ഇടേണ്ടതുണ്ട്. ഇനി ലെൻസ് വെച്ചിട്ട് സൂം ചെയ്ത് നോക്കിയിട്ട് മീറ്റർ വെച്ചിട്ട് കറക്റ്റ് പ്രിന്റുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ വയറിട്ട് സോൾഡർ ചെയ്ത് വയ്ക്കണം. സംഭവം എന്താണ് ഒരു വൃത്തികേടായിരിക്കും, എന്നാലും നോക്കാം. ഇവിടെ കുറച്ച് വയറൊക്കെ ഇട്ടിട്ട് പ്രിന്റ് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ലെഗുകൾ ഡീസോൾഡർ ചെയ്തിട്ട് വീണ്ടും സോൾഡർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ് ആ ഒരു വോളിയം കൂടുന്നതും ചാനൽ മാറുന്ന ഇഷ്യൂ എന്തായാലും മാറിയിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പടം ഇടണം. ഏകദേശം കുറച്ച് മണിക്കൂറൊക്കെ ഓടിക്കണം. ഇത് ഓടിച്ചിട്ട് ഇനി ഹീറ്റ് ആവുമ്പോൾ പ്രിന്റ് കട്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേറെ വെറിയിടാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. ചിലത് ഹീറ്റ് ആകുമ്പോൾ എന്താണ് പ്രിന്റ് കട്ടാവും, അല്ലെങ്കിൽ പ്രിന്റ് ബ്രേക്ക് ആയി പോകും. അപ്പം ഇനി അതും കൂടെ ചെക്ക് ചെയ്തിട്ട് നോക്കാം. കാരണം ഓൾറെഡി എന്താണ് പ്രിന്റ് നല്ലോണം ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പം ഇനിയും കുറച്ച് പ്രിന്റുകൾ എന്താണ് ബ്രേക്കായില്ല, പക്ഷെ എന്നാലും എന്താണ് ഒരുമാതിരി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് കുറച്ച് നേരം ഓടിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടോ, ഹീറ്റ് ആകുമ്പോൾ പ്രിന്റ് എന്താണ് കട്ടാവുന്നുണ്ടോ, ഡ്രൈ വരുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ഓൺ ചെയ്ത് ഓടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ട് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ ബോർഡൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.